നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്, ജനങ്ങളുടെ പ്രതികരണ വേദിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെയുള്ള വിഷയങ്ങൾ അത് വാർത്തയാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളെ വിളിച്ച് അറിയിക്കാം. അതുപോലെ കമന്റ് ബോക്സിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കുറിക്കുകയും ചെയ്യാം. ഉറപ്പായും ഞങ്ങളത് പരിശോധിക്കും. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ട വിഷയമാണെങ്കിൽ ശ്രദ്ധയിലേക്ക് പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ അതൊക്കെ നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428305010. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള നമ്പർ 62 35 96 89 37. റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നിട്ടും റോഡ് അടച്ചുള്ള സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI സർവീസ് സംഘടനയും കൊച്ചിയിൽ കോൺഗ്രസുമാണ് ഗതാഗതം തടസ്സപ്പെടുത്തി ഇന്ന് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ച് സമ്മേളനം നടത്തിയതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വഴി നടക്കാൻ സമരം ചെയ്തവരുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ വഴിമുടക്കി സമരം ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ്. ഹൈക്കോടതി ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ചില സമരങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിന് തൊട്ടരികിലും നടന്നു. ചരിത്രമാണ് പിന്നിട്ട നാളുകളിലുള്ളത്. തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് CPI അനുകൂല സർവീസ് സംഘടനകളുടെ ഈ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ സ്റ്റേജ് നിർമ്മിച്ച രാപ്പകൽ സമരം. വലിയ ഗതാഗതക്കുരുക്കിനാണ് ഇത് വഴിവെച്ചത്. ആ നയം കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഉറച്ച ശബ്ദമാണ്. 1 ലക്ഷം വരുന്ന തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ഈ ഇത്തരം നയങ്ങൾക്കെതിരായി. എന്നാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നാണ് സംഘടനാ നേതാക്കളുടെ വാദം. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഇടുന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിൻ്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പററി ആണ്, എപ്പോഴും മാറ്റുന്നില്ല. അങ്ങനെ അല്ലാതൊരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ വഴി തടസ്സപ്പെടുത്തിയതിന് കണ്ടാൽ തിരിച്ചറിയുന്ന 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിൽ കൊച്ചിയിൽ പോലീസിന്റെ കൺമുന്നിലാണ് ഈ നിയമലംഘനം. നടപ്പാത കയ്യേറി സ്റ്റേജും കസേരയും ഇട്ട് കോൺഗ്രസ് പ്രതിഷേധം. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടു മുന്നിൽ. അതേസമയം തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ച് CPIM സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ 31 പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. റോഡിൽ വേദിയൊരുക്കിയതിൽ തെറ്റുപറ്റിയെന്ന് ജില്ലാ സെക്രട്ടറി. വഞ്ചൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ടൊരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. വഞ്ചൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും വേണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പ്രതിഷേധിക്കാനുള്ള അവകാശം ഉറപ്പായും നമുക്കുണ്ട്. പക്ഷേ അത് ജനങ്ങളുടെ വഴിമുടക്കിക്കൊണ്ടാവരുത് എന്നുള്ളതാണ് പ്രധാനം. ഇനി നമ്മൾ പോകുന്ന കോഴിക്കോട് നാടിനെ നടുക്കിയ അപകടത്തിന്റെ റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് വെള്ളയിൽ പ്രമോ വീഡിയോ ചിത്രീകരണത്തിനിടെ അപകടമുണ്ടായത് ബെൻസ് കാർ ഇടിച്ചാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെൻസ് ഓടിച്ചിരുന്ന സാബിത്തിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച ആൽവിന്റെ സംസ്കാരം കടമേരിയിലെ വീട്ടുവളപ്പിൽ നടന്നു. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിനു വേണ്ടി പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനായാണ് വടകര സ്വദേശിയായ ആൽവിൻ കോഴിക്കോട്ടേക്കെത്തിയത്. ഈ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് ദാരുണമായ അപകടം. സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർ ഓടിച്ചിരുന്ന 2 വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത്ത് ഓടിച്ചിരുന്ന ബെൻസ് കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു.
2 വണ്ടിയുടെ ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട ആൽവിനും ഒന്നിച്ചാണ് വന്നത്. റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ആൽവിനെ ഇടിച്ചത് ഡിഫൻഡർ എന്നാണ് സാബിത്തും സംഘവും പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ഇത് തെറ്റെന്ന് കണ്ടെത്തി. ബെൻസിന് ഇൻഷുറൻസ് ഇല്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതാണ് ഇടിച്ചത് ഡിഫൻഡർ എന്ന് മാറ്റി പറയാൻ സാബിത്തിനെയും സംഘത്തെയും പ്രേരിപ്പിച്ചത്. ഏത് വാഹനം ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗിന് 2 വാഹനങ്ങളിലെയും ഡ്രൈവേഴ്സിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇരുവരുടെയും ലൈസൻസ് റദ്ദാക്കാനാണ് നീക്കം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ദേശീയപാത 4 വരിയുടെ നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ പായൽക്കുളങ്ങരയിൽ ഉയരപ്പാത വേണമെന്ന ജനകീയ സമരം ശക്തമാകുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ദൂരമുള്ള ചെല്ലാനം തോട്ടപ്പള്ളി തീരദേശ ഹൈവേ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് പായൽക്കുളങ്ങര. ദേശീയപാത 4 വരിയാകുമ്പോൾ ഇവിടെ ഉയരപ്പാതയോ അടിപ്പാതയോ ഇല്ലാത്തത് പ്രദേശത്തെ 10,000-കണക്കിന് ആളുകളുടെ ഉപജീവനത്തെ അടക്കം ബാധിക്കും. മുൻമന്ത്രി ജി സുധാകരനും സമരത്തിന് പിന്തുണ അറിയിച്ച് സമരപന്തലിൽ എത്തിയിരുന്നു. പുറക്കാട് പഞ്ചായത്തിന്റെ വടക്കേ അറ്റവും അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന്റെ തെക്കേ അറ്റവുമായി 50,000-ത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പായൽക്കുളങ്ങര കരൂർ ഭാഗം. ഈ പ്രദേശത്തെ മഹാഭൂരിപക്ഷം പേരും സാധാരണക്കാരായ കൂലിപ്പണിക്കാരും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളുമാണ്. പ്രധാനപ്പെട്ട ചെല്ലാനം പായൽക്കുളങ്ങര തീരദേശ ഹൈവേയുടെ ഒരതിർത്തി പായൽക്കുളങ്ങരയിലാണ്. ഇവിടെ നിന്നാണ് ദേശീയപാതയിലൂടെ തോട്ടപ്പള്ളി ഹാർബറിലേക്കും തൃക്കുന്നപ്പുഴ തീരദേശ റോഡിലേക്കും മറ്റും പോകേണ്ടത്. തീരദേശ ഹൈവേയിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുവാൻ പായൽക്കുളങ്ങരയിൽ കവാടമില്ല എങ്കിൽ അത് വലിയ യാത്രാ ദുരിതത്തിനും ജനങ്ങളുടെ സഞ്ചാരത്തിനും വിഘാതം സൃഷ്ടിക്കും. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനനാണ് സമരസമിതിയുടെ ചെയർമാൻ. 50 മീറ്റർ മുതൽ 150 മീറ്റർ വരെയാണ് പുറക്കാട് പഞ്ചായത്തിലെ 9 വാർഡുകൾ തീരദേശ റോഡും കടലുമായി ചേർന്ന് നിൽക്കുന്നത്. സുനാമി പോലുള്ളൊരു ദുരന്തമുണ്ടായാൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഈ നിർമ്മാണ രീതികൾ കൊണ്ട് തന്നെയാണ്. കാരണം 2 അടിപ്പാത ഈ പ്രദേശത്തുള്ളത്, ഒന്ന് 4 കിലോമീറ്ററും ഒന്ന് 3.5 കിലോമീറ്ററിലും ദൂരപരിധിക്കുള്ളിലാണ്. ഒരു ദുരന്തം, ഒരു വെള്ളപ്പൊക്കമുണ്ടായാലോ കടൽകയറ്റമുണ്ടായാലോ കടൽക്ഷോഭമുണ്ടായാലോ ഇവരെ ഒഴിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അടിപ്പാത വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അടിപ്പാതയല്ല ആയിരുന്നു വേണ്ടത്. ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുവാൻ കഴിയാതെ വരും. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളെയും ബാധിക്കും. ഞങ്ങൾ ജീവൻ പോയാലും ഞങ്ങൾ ഇതിനു വേണ്ടി മുന്നോട്ടേ ഇറങ്ങത്തുള്ളൂ. ഒരു പാത പോലും ഞങ്ങൾ പുറന്നോട്ട് വെക്കത്തില്ല. ഞങ്ങൾക്ക് ഈ മുകളിലുള്ള വഴി ഒന്നും വേണ്ട, മനസ്സിലായി. ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊന്ന് നടന്നു പോകാൻ വേണ്ടി ഒരു പാത മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങൾക്ക് തന്നേ തീരത്ത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന ചർച്ചകളിലെല്ലാം പായൽക്കുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ദേശീയപാതയ്ക്ക് കുറുകെ മറ്റൊരു പാതയും നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലാണ് അധികൃതർ. അമ്പലപ്പുഴയിലെ ഉയരപ്പാത പായൽക്കുളങ്ങര വരെ ഉണ്ടാകുമെന്ന ആദ്യ അലൈൻമെന്റിനും മാറ്റം വരുത്തി. പായൽക്കുളങ്ങര പ്രദേശത്തിന്റെ പ്രാധാന്യം പരിഗണിക്കാതെ സമീപ പ്രദേശങ്ങളിലെല്ലാം പരിഗണന നൽകി സ്വാധീനങ്ങൾക്ക് വഴങ്ങി അടിപ്പാതകളും ഉയരപ്പാതകളും നിർമ്മിക്കുന്നുവെന്നാണ് സമരസമിതിയുടെ ആക്ഷേപം. ആലപ്പുഴയിൽ ദേശീയപാത 4 വരിയായി വികസിക്കുമ്പോൾ പായൽക്കുളങ്ങരയിൽ ഒരു അടിപ്പാതയോ ഉയരപ്പാതയോ ഇല്ലെങ്കിൽ അത് ജനജീവിതത്തെ സാരമായി ബാധിക്കും.
അങ്ങനെ ആവശ്യം ഒരു പാത വേണ്ട പ്രദേശത്താണ് അധികാരികൾ ഈ വിധം കണ്ണടയ്ക്കുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഉയരപ്പാതയോ അടിപ്പാതയോ നിർമ്മിച്ചില്ല എങ്കിൽ വലിയ യാത്രാ ദുരിതത്തിലേക്ക് നീങ്ങും എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക, അവരുടെ പരാതി. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്ന ചർച്ചകളിൽ നൽകിയ ഉറപ്പുകൾ അധികൃതർ പാലിച്ചില്ല എന്നും സമരസമിതി ആരോപിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കാണാം. ഈ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. പുറക്കാട് പഞ്ചായത്തിൽ 10.5 കിലോമീറ്ററിൽ 2 അടിപ്പാതയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് തീരദേശ പഞ്ചായത്താണ്. അതുകൊണ്ട് കൂടുതൽ അടിപ്പാതകൾ ഇവിടെ വരേണ്ടത് അത്യാവശ്യമായിരുന്നു. ആദ്യകാലത്തിൽ അവർ ചെയ്യേണ്ടതായിരുന്നു. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്നത് ഏകദേശം നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. അവർക്കൊക്കെ വരണമെങ്കിൽ 2-2.5 കിലോമീറ്റർ ചുറ്റി വേണം വരാൻ. എളുപ്പകാലത്തും 2 മണിക്കും 3 മണിക്കും വെള്ളമിറങ്ങുന്ന സമയത്ത് അവർക്ക് അവിടെ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെല്ലാനം മുതൽ പാൽക്കുളങ്ങര വരെയായിരുന്നു തീരദേശ ഹൈവേ. അപ്പം ഞങ്ങൾ നേരത്തെ ഈ സമരമുഖത്ത് വരാതിരുന്നതും അങ്ങനെയാണ്. കാരണം ഇവിടെ അടിപ്പാത ഉണ്ടാകും എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായതുകൊണ്ടാണ്. നിർമ്മാണം പുരോഗമിച്ച പകുതിയിലായപ്പോഴും ഇവിടെ അടിപ്പാത ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സമരമുഖത്തേക്ക് ഞങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനം. ഇനി ഈ സമരത്തിൽ നിന്ന് ഒരു അടി പോലും ഞങ്ങൾ പുറകോട്ടില്ല. അടിപ്പാത കിട്ടണം എന്നൊരു വലിയൊരു ആഗ്രഹം മാത്രമേ ജനങ്ങളുടെ ആവശ്യമാണ്. സത്യസന്ധമായിട്ടും അത് ഞങ്ങൾക്ക് കിട്ടണം, അത് തരണം എന്നുള്ളൊരു. ഞാൻ തന്നെ തൊഴിലെടുക്കുന്ന അമ്പലപ്പുഴയിലാണ്. ഇനി എനിക്ക് തിരിച്ച് ഈ 1 കിലോമീറ്റർ ഓടി അമ്പലപ്പുഴ ചെന്നിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ 5 കിലോമീറ്റർ ഓടി കൂടെ അഡീഷണൽ ഓടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. പുറക്കാട് ചെന്നിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണങ്ങോട്ടെത്തില്ല. പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോര സാർ. ഭിന്നശേഷി സംവരണം ഉറപ്പാക്കുന്നതിലെ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമന സ്തംഭനം. ആനുപാതികമായി യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തതാണ് നിയമന അംഗീകാരം കാത്തിരിക്കുന്ന അധ്യാപകരുടെ ആശങ്ക കൂട്ടുന്നത്. ഇതിനിടെ സ്കൂളുകൾ നടത്തിയ സ്ഥിര നിയമനങ്ങൾ ദിവസവേതനത്തിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് എയ്ഡഡ് അധ്യാപകരെ അടക്കം ആശയക്കുഴപ്പത്തിലുമാക്കി. ഭിന്നശേഷി നിയമനം നടക്കാത്തതിനാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് നിയമനങ്ങൾക്കും സർക്കാർ അംഗീകാരം നൽകുന്നില്ല. ഇങ്ങനെ സംസ്ഥാനത്ത് 16,000-ഓളം അധ്യാപകരാണുള്ളത്. അവരെല്ലാം ദിവസവേതന അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. പലർക്കും ദിവസവേതനവും ലഭിക്കുന്നില്ല. ബലത്തിൽ 3 വർഷമായി തൃശങ്കുവിലാണ് എയ്ഡഡ് സ്കൂളിലെ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ. കാരണം ശമ്പളമില്ല. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജൂനിയർ, സീനിയർ അനധ്യാപകർ എന്നീ വിഭാഗത്തിലെ നിയമനത്തിനാണ് കോടതി വിധി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകേണ്ടത്. ഈ നിയമനങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം 5,000-ഓളം അധ്യാപകരാണ് നിയമന അംഗീകാരം കിട്ടാതെ വിഷമിക്കുന്നതും. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് മാറ്റിവെക്കാൻ മാനേജ്മെന്റ് റെഡിയാണെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാനേജ്മെന്റും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് മാനേജ്മെന്റ് കൊടുത്തു, ഭിന്നശേഷിക്ക് കൊടുത്തു. അപ്പോൾ അതിലേക്ക് പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചു. അത് വിളിക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. ആദ്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകണം, അങ്ങനെ കുറേ പ്രൊസീജിയറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നിട്ടും, അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ആളുകളില്ല. എന്നിട്ട് മാനേജ്മെൻറ്റ് പത്രത്തിലും കൊടുത്തു, ആളുകളെ വേണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ട് പത്രത്തിലും കൊടുത്തു. എന്നിട്ടും ആളുകൾ വരാനില്ല. ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആളുകളില്ലാത്തൊരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഒരാഴ്ച മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനങ്ങൾ നടത്തുന്നതുവരെ 2021 നവംബർ മുതലുള്ള നിയമന ഉത്തരവുകൾ ദിവസവേതന അടിസ്ഥാനത്തിലേക്ക് മാറുമെന്ന്. അടിമുടി ആശയക്കുഴപ്പം. പിന്നീട് വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുമോ എന്ന് പോലും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമില്ല. ആശങ്കപ്പെടാനില്ല എന്നാണ് മന്ത്രി വാക്കാൽ ഉറപ്പു കൊടുക്കുന്നതും. ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നെ പോലെയുള്ള ഒരുപാട് അധ്യാപകർ ഒരു ആത്മഹത്യ ഭീഷണിയിൽ നിൽക്കുകയാണ്. കാരണം അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നില്ല. പല രീതിയിലുള്ള സർക്കുലറുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വ്യക്തത വരുന്നില്ല. നമുക്ക് ഏത് രീതിയിൽ ഒരു ഡിയോൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ എയ്യുടെ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവർക്കും ഒരു വ്യക്തത വരുന്നില്ല. അപ്പോൾ ഇറക്കുന്ന സർക്കുലർ ഒന്ന് കൃത്യമായിട്ട് ഒരു വ്യക്തത വരുന്ന രീതിയിൽ, സമാധാനം എന്ന രീതിയിലുള്ള സർക്കുലർ വരികയാണെങ്കിൽ വളരെ ആശ്വാസകരമായിരുന്നു. അധ്യാപകരെങ്കിലും പലരും മറ്റ് ജോലികൾക്ക് പോയാണ് ഇപ്പോൾ വരുമാനം കണ്ടെത്തുന്നത്. ഒരു നീതി നിഷേധം കൂടിയാണ് ഈ നടക്കുന്നത്. ആനുപാതിക ഭിന്നശേഷി സംവരണം കണക്കാക്കി ആ സീറ്റുകൾ ഒഴിച്ചിട്ട് പിന്നീട് നിയമനങ്ങൾ നടത്താം, അല്ലെങ്കിൽ PSC മോഡലിലേക്ക് മാറ്റാം. പകരം ഇതുവരെയുള്ള എല്ലാ നിയമനങ്ങൾക്കും അംഗീകാരം നൽകാതെ തടഞ്ഞു വയ്ക്കുന്നത് ഒരു വലിയ വിഭാഗത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്.
വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഭിന്നശേഷി നിയമനം നടക്കാത്തതിനാൽ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം നടക്കുന്നില്ല. ഇത്തരത്തിൽ നിരവധി അധ്യാപകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. കാണാം ചില പ്രതികരണങ്ങൾ. കേരളത്തിൽ 16,000 അധ്യാപകരുണ്ട്. എയ്ഡഡ് മേഖലകളിൽ ശമ്പളം കിട്ടാത്ത ഒരുപാട് അധ്യാപകർ. ഇപ്പോൾ ഏകദേശം 3 വർഷമായിട്ട് നമുക്ക് എയ്ഡഡ് മേഖലകളിൽ നിയമനം ലഭിക്കുന്നില്ല. സർക്കാർ പറയുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് അർഹമായിട്ടുള്ള അവരുടെ അവകാശം കിട്ടണം. അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെയുള്ള 16,000-ലധികം അധ്യാപകരുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം. ആളുകളില്ലാത്തൊരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളില്ലാത്തൊരു പോസ്റ്റിലേക്ക് ഒരു കൊല്ലത്തിലേക്ക് പിന്നെ എന്തിനാണ് ആ ഒരു കാറ്റഗറീസിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയിലേക്ക് ആളുകളെ എടുക്കണമെങ്കിൽ ഈ 3 കൊല്ലം കാത്തുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഗവൺമെൻറ് കൃത്യമായിട്ട് ഒരു മാനദണ്ഡം ഒന്നും കൂടെ ഇതിന് വെക്കണം. ഇതിൽ വെക്കാൻ ആളില്ല. ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വരാൻ ആളില്ല. അതിനെതിരെ ഒരു ബദൽ സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയാൽ മതിയാവും. കുടുംബത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ 2 വർഷമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തമില്ലാതെ രാവിലെ ബാഗും തൂക്കി അധ്യാപകനായിട്ട് സ്കൂളിലേക്ക് വരുന്നു, വൈകുന്നേരം പോകുന്നു. ജോലി ഉണ്ടോ ചോദിച്ചാൽ നാട്ടിൽ ഉണ്ടോ ചോദിച്ചാൽ അതേ മാഷാണ്. ആ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. കാണാം വ്യാജൻ. CPIM കൊല്ലം ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളന വേദിയിൽ ചിന്താ ജെറോം ബിയർ കുടിക്കുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം. എന്താണ് ഇതിന്റെ വാസ്തവം? പരിശോധിക്കാം. CPIM കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ ചിന്താ ജെറോം ബിയർ കുടിക്കുന്നു എന്ന പേരിലാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം. പൊതിച്ചോറ് രാഷ്ട്രീയത്തിൽ നിന്ന് കുപ്പി രാഷ്ട്രീയത്തിലേക്ക് CPM എത്തിയെന്ന പരിഹാസത്തോടെയാണ് ചിന്തയുടെ ചിത്രങ്ങളും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. CPIMന്റെ പുതിയ സമ്മേളന മാതൃകയാണോ ഇതെന്ന് മറ്റു ചിലരും ചോദിക്കുന്നു. എന്നാൽ 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള തലക്കെട്ടോടെ പ്രചരിപ്പിച്ചതാണെന്ന് കണ്ടെത്തി. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് CPIM ഇത്തവണ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സമ്മേളന വേദിയിൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് ചില്ലുകുപ്പിയിൽ കുടിവെള്ളം വിതരണം ചെയ്തത്. ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് ബിയർ കുപ്പി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. സൈബർ അധിക്ഷേപത്തിനെതിരെ ചിന്താ ജെറോം തന്നെ പരസ്യമായി രംഗത്തെത്തി. പുള്ളിപ്പുലിയുടെ പുള്ളിമായില്ലെന്നും അസത്യപ്രചരണം നടത്തുന്നവർ മനോനില പരിശോധിക്കണമെന്നും ചിന്ത ഫേസ്ബുക്കിൽ കുറിച്ചു. സമ്മേളനവേദിയിൽ ചില്ലുകുപ്പിയിലെ കുടിവെള്ള വിതരണം ചർച്ചയായതോടെ പ്ലാസ്റ്റിക് കുപ്പിവെള്ളത്തിലേക്ക് തന്നെ CPIM കടന്നു. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. സമസ്ത മുഷാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തള്ളി സമസ്ത. ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് എന്നാണ് സമസ്ത വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ മുഷാവറ യോഗത്തിലെ തർക്കം, വാക്കേറ്റം, പരസ്യ വെല്ലുവിളി ഇതൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ സമസ്താധ്യക്ഷൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ ചില ചാനലുകളിൽ വാർത്തകൾ വന്നിരുന്നു. അത് പൂർണ്ണമായി തള്ളുന്നു. സമസ്തയുടെ വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് വസ്തുത. അതിൽ കവിഞ്ഞ് അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയി എന്നായിരുന്നു മറ്റ് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത. എന്നാൽ അത്തരം വാർത്തകൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും ഇത്തരത്തിൽ വഞ്ചിതരാകുന്ന വാർത്തകളുമായാണ് പലരും മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സംസ്ഥയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. ചില വിഷയങ്ങൾ ചർച്ചയായിരുന്നു. ആ വിഷയങ്ങൾ നീണ്ടുപോവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ആ യോഗശേഷം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു. അതിൽ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, അതിലെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള മുഷാവറ യോഗം ചേരും എന്ന കാര്യവും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെയാണ് ചില മാധ്യമങ്ങൾ നൽകിയത് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നും യോഗം അവസാനിക്കും മുമ്പ് അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയത് ആ സമ്മേളനത്തെ തന്നെ അത് ബാധിച്ചു എന്നുമുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരം വാർത്തകൾ പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥ ഔദ്യോഗികമായിട്ട് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അധ്യക്ഷൻ ഇറങ്ങിപ്പോയതല്ല,
അധ്യക്ഷൻ ആ വിഷയങ്ങളുമായി ശരി, സമസ്ത മുശാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ ചില ചാനലുകളിൽ വാർത്ത വന്നിരുന്നത് പൂർണ്ണമായി തള്ളുകയാണ് സമസ്ത. അടിസ്ഥാനരഹിതമായ വാർത്തയാണത് എന്നാണ് സമസ്ത വിശദീകരിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.